നമസ്കാരം. ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്കിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി എന്നും ഇതിന് പദം വെച്ചു. പക്ഷേ മലയാളികളാകെ പാറ്റ പാർട്ടി, കൂറ പാർട്ടി എന്നെല്ലാം ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സംഘടന ഒരു 4 ദിവസം മുന്നേ തുടക്കം കുറിച്ചതാണ്, അതും ഓൺലൈനിൽ. വെറും തമാശയ്ക്ക് തുടക്കം കുറിച്ച ഈ സംഘടനയെ ലോകം മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഫോളോവേഴ്സ് അനുദിനം സെക്കൻഡുകളും മണിക്കൂറുകളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ഫോളോവേഴ്സ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനോ അമ്പരപ്പയോടെയോ അല്ലാതെ ഇത് കാണാൻ കഴിയില്ല. അഭിജിത്ത് ദീപികെ എന്നുള്ള അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് ഇങ്ങനെ ഒരു പേജിന് തുടക്കം കുറിച്ചത്. അതിന് ഇടവെച്ച കാരണം സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തി. ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, വെറുതെ തിരിഞ്ഞ് നടക്കുന്നവരെല്ലാം പാറ്റകൾക്ക് തുല്യമാണ്, കോക്രോച്ച് എന്നൊരു പരാമർശം നടത്തുകയും അത് പ്രത്യേകമായ ഒരു പരാമർശത്തിൻ്റെ കാരണം വന്നത് നീറ്റ് പരീക്ഷയുടെ വൻ വിമർശനം നടന്നപ്പോൾ കോടതി മറ്റൊരു കേസിൻ്റെ വാദത്തിനിടെയാണ് ഇങ്ങനെ ഒരു പരാമർശം ചീഫ് ജസ്റ്റിസ് തന്നെ നടത്തിയെന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിലില്ലാത്ത, വിദ്യാഭ്യാസം നേടിയിട്ടും ഒരു ജോലിക്ക് വേണ്ടി ലോകം മുഴുവൻ തെണ്ടി പരന്ന് അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് നേർക്കാണ് നമ്മുടെ നിയമവ്യവസ്ഥയിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്ന ശ്രീ സൂര്യകാന്ത് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയെന്നുള്ളത് യുവതലമുറയെ ചൊടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. എല്ലാ മാധ്യമങ്ങളും ആ ശ്രീ സൂര്യകാന്തിൻ്റെ ആ പ്രസ്താവന, ആ ഒരു പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം വൻ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ അഭിജിത്ത് ദീപ്കെ എന്നുള്ള ഈ വിദ്യാർത്ഥി ഇപ്പോൾ അമേരിക്കയിൽ തൊഴിലെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയിലെ ഈ മീഡിയ വിങ് കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു ഈ അഭിജിത് സിംഗ് എന്നും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇങ്ങനെ ഒരു തമാശ പേജ് എങ്കിലിരിക്കട്ടെ, ഒരു പാറ്റ പാർട്ടി എന്നുള്ള രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്നുള്ള പേരിൽ ഇത് പുറത്ത് വരികയാണ്. ഒരു 4 ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷേ തുടക്കം കുറിച്ച ഒരു തമാശയ്ക്ക് തുടങ്ങിയ പേജാണെന്ന് അഭിജിത്ത് തന്നെ ഒരു തവണ അവകാശപ്പെട്ടെങ്കിലും ഇത്രയധികം ഫോളോവേഴ്സ് അതിൻ്റെ സ്ഥാപകനായ അഭിജിത്തിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ എപ്പോൾ പരാമർശം വന്നാലും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാടായിരിക്കുകയാണ് ഇന്ത്യ സമീപകാലത്ത്. അതോടൊപ്പം ഇപ്പോൾ BJP ആണ് അമ്പരന്ന് പോയത്. കാരണം അവരുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനേക്കാൾ കൂടുതലാണ് ഇൻസ്റ്റയിലെല്ലാം ഈ പാറ്റ പാർട്ടിക്ക് ഫോളോവേഴ്സ് അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഭയന്ന അവർ തന്നെയാണ് ഇതിൻ്റെ പേജുകൾ, അക്കൗണ്ടുകൾ തൽക്കാലം ബ്ലോക്ക് ചെയ്തു. എന്നാൽ പല അക്കൗണ്ടുകളിൽ നിന്നായിട്ട് ഇത് ഉദയം കൊള്ളുകയാണ് വീണ്ടും. അപ്പോൾ നിസ്സാരമായിട്ട് ഈ മൂവ്മെൻറ്റിന് നമുക്ക് കണ്ടുകൂടാ. പക്ഷേ ഇതിലൊരു അപകടമുള്ളത്, ഇത് നമ്മൾ ഇതുവരെയുള്ളതൊക്കെ റിയാലിറ്റിയിൽ നിന്നും വെർച്വലിലേക്ക് പോകുന്ന ഒരു മുന്നേറ്റം നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. അണ്ണാ ഹസാരെ സമരകാലത്താണ് കേജ്രിവാൾ അത്തരം ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. അത് വലിയൊരു ശക്തിയായിട്ട് തന്നെ വളരുകയും അന്നത്തെ ആ ഒരു അരക്ഷിതാവസ്ഥയിൽ യുവാക്കൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട്, യുവാക്കളെന്ന് മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള പല ആളുകളും നമുക്ക് കേരളക്കരയിൽ തന്നെ അറിയാം. നമ്മുടെ MN കാരശ്ശേരി, സാറ ജോസഫ് അടക്കം എഴുത്തുകാരടക്കം പിന്തുണ നൽകിയ ഒരു പാർട്ടിയാണ്. പക്ഷേ അതിന് ആയുസ് വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളതും ആ സത്യം നമ്മൾ കേൾക്കുകയാണ്. പക്ഷേ ആ മൂവ്മെൻറ്റ് ഒരാവശ്യമുണ്ടായിരുന്നു സമൂഹത്തിന് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ ഉദയം. അപ്പോൾ ആം ആദ്മി പാർട്ടി ചൂലടയാളത്തിൽ വന്നപ്പോൾ ചൂലെന്ന് പരിഹസിച്ചവരെ പോലെ തന്നെ ഇന്ന് ഈ പാറ്റ പാർട്ടി രൂപം കൊടുത്ത അഭിജിത് സിംഗിനെയും പലരും പരിഹസിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്നുള്ള സംഭവം, ഇദ്ദേഹത്തിൻ്റെ ഈ ഫോളോവേഴ്സ് പലരും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ ദളിത് പ്രശ്നങ്ങളെ കുറിച്ചിട്ട് എങ്ങനെ നമ്മുടെ സംഘടന അഭിമുഖീകരിക്കുന്നു ചോദിച്ചാൽ അഭിജിത്ത് യാതൊരു മടിയും കൂടെ പറഞ്ഞു താൻ തന്നെ ഒരു ദളിതനാണെന്ന്. എന്നാൽ ദളിതിൽ കയറി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ BJP. കാരണം BJP അമ്പരന്ന് പോയിരിക്കുകയാണ്. ഈ ഒരു ന്യൂ ജെൻ മൂവ്മെൻ്റ് ആയിട്ട് ഇതിനെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ എങ്കിലും നാളെ അത് പുറത്തേക്ക് ഇറങ്ങിയാൽ, ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടത് അത് ഇത്ര ന്യൂ ജെന്നുടെ വലിയ ഒരു മൂവ്മെൻറ്റാണ് ബംഗ്ലാദേശിലും അതോടെ തന്നെ നേപ്പാളിലും ഒക്കെ നമ്മൾ അയൽ രാജ്യങ്ങളിലൊക്കെ കണ്ടത്. അത് ഒരു ഭീതി സൃഷ്ടിച്ച രീതിയിലുള്ളൊരു സാമൂഹ്യ പോരാട്ടം നടന്നു അവിടെയെല്ലാം. പണ്ടൊക്കെ ഇവിടെ നമുക്ക് ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ ഈ നക്സൽ പോരാട്ടങ്ങൾ കേരളം വളരെ രീതിയിലൊക്കെ അന്ന് നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം രീതിയിൽ അന്ന് അതിനൊക്കെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ മൂവ്മെൻറ്റിന്, ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മയായ ഈ ഒരു മൂവ്മെൻറ്റിന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകൾ ഫോളോവേഴ്സായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനുള്ളൊരു കുഴപ്പം, ഇവരാകെ ഒരു 5 അജണ്ട മാത്രമാണ് പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്നുള്ള രീതിയിൽ അതിനേക്കുള്ള മൂവ്മെൻറ്റിലേക്ക് അണിചേരുന്നു ഈ യുവാക്കൾ, അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന യുവാക്കൾ എന്ന് വേണം കരുതാൻ. അതോ ഇതിന് പിന്നിൽ
ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ, വേറെ ആരെങ്കിലും സാമ്പത്തിക ശേഷി ഇവർക്ക് സമ്മാനിക്കുന്നുണ്ടോ, ഒന്നും അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാൽ അത്തരം ആരോപണങ്ങളൊക്കെ ഈ സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനുള്ളൊരു കുഴപ്പം നമുക്കറിയാം. വളരെ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു വാട്സപ്പ് ഹർത്താൽ നടന്നു. ഒരു സാമുദായിക സംഘടനയുടെ പേരിലുള്ള, ഒരു തീവ്രവാദ സംഘടനയുടെ പേരിലുള്ള രീതിയിലാണ് ഈ വാട്സപ്പ് ഹർത്താൽ എന്ന് നടന്നത്. ആ ഹർത്താൽ നടന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഈ വാട്സപ്പിലൂടെയുള്ള കൂട്ടായ്മയിലുള്ള ചെറുപ്പക്കാരൊക്കെ കൂടി തെരുവിലിറങ്ങുകയും ആ ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ടി കടകൾ തല്ലി പൊളിക്കുകയൊക്കെ ചെയ്തു. ഉച്ചയ്ക്ക് 12 മണി വരെ പോലീസ് അതിനെ കയറൂരി വിട്ടു. അക്രമം നടക്കട്ടെ, അങ്ങനെ പൊതുജനങ്ങൾ തന്നെ ഇതിനൊരു എതിർപ്പ് ഉയരട്ടെ എന്ന് കണ്ടു. 12 മണി ആയതോടെ പോലീസ് വൻ പടയോടെ ഇറങ്ങി. ഒരു തരത്തിലും ആർക്കും ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഈ സമരം നടത്തിയവരെ അങ്ങ് അടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി നിരവധി ദിവസം ജയിലുകളിലൊക്കെ ഇട്ടതിന് ശേഷം അതിനെ അടിച്ചമർത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം രീതിയിൽ അന്ന് അതിന് പറ്റിയ അപജയം എന്ന് വെച്ചാൽ ഒരു നേതൃത്വമില്ലാതെ ഒരു വലിയ ശക്തിയുക്തമായ എന്നാൽ ഒരു ഭ്രാന്തമായ ആൾക്കൂട്ടം ഇറങ്ങുന്ന ഒരു ചെറിയ കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് മലബാർ മേഖലയിലായിരുന്നു. അത് അത്തരം രീതിയിലുള്ള സമുദായ സംഘടനയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതോടെ ആ ഒരു കളം കഴിഞ്ഞു. അതാണ് സോഷ്യൽ മീഡിയ കൂട്ടായ്മയിൽ കേരളത്തിൽ നടന്ന ഒരു നേതൃത്വമില്ലാത്ത പോരാട്ടത്തിലേക്ക് ഇറങ്ങിയ യുവാക്കൾക്ക് സംഭവിച്ചത്. ഇതേപോലെ തന്നെ യാതൊരു നേതൃത്വമില്ല. ഈ അഭിജിത് സിംഗ് എന്ന് പറഞ്ഞ ഒറ്റയാൾ പോരാളിയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന 5 കാര്യങ്ങളെല്ലാം എല്ലാവർക്കും സ്വാഗതാർഹമായിട്ട് തോന്നുന്ന അജണ്ടകൾ തന്നെയാണ്. കാരണം ഈ വിരമിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർക്ക് ഒരു പാർട്ടിയും നിയമസഭാ അംഗത്വമൊന്നും നൽകരുത്. അത് വഴിവിട്ട പോക്കിന് ഈ തൊഴിലെടുക്കുന്ന സമയത്ത് ഈ ചീഫ് ജസ്റ്റിസുമാർക്കൊക്കെ തെറ്റായ തീരുമാനം എടുക്കാൻ കീഴ്വഴക്കം ഒരുക്കും. രണ്ടാമത് നമുക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടരുത് ഒരാൾക്കും. അങ്ങനെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടാൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ നടപടിയെടുക്കണം എന്നുള്ള രണ്ടാമത്തെ ഒരു അജണ്ട വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഒരു അജണ്ട വനിതകൾക്ക് 33% മാത്രമേ ഇപ്പോഴും സംവരണമുള്ളത് 50% കേട്ടാൽ എല്ലാവർക്കും കൗതുകം തോന്നും. നാലാമത്തത് പറയുന്നത് നമ്മൾ ഈ മീഡിയാസിൻ്റെ കോർപ്പറേറ്റുവൽക്കരണം, വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ മീഡിയ മേധാവിത്വം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്ന MLA-മാർ മത്സരം കഴിഞ്ഞ് വിജയിച്ച് പദത്തിലെത്തിക്കഴിഞ്ഞാൽ പാർട്ടി മാറുകയോ കൂറുമാറുകയോ ചെയ്യുന്നത് നിയമം മൂലം തടയണം. 20 കൊല്ലത്തിലേക്ക് പിന്നെ അവർക്ക് മത്സരിക്കുവാനുള്ള അനുമതി നിഷേധിക്കും. കേട്ടാൽ ഈ 5 അജണ്ടകളൊക്കെ കൊള്ളാം. പക്ഷേ ഇവർ ഈ ചെറുപ്പക്കാരെയാണ് ആകർഷിച്ചതെങ്കിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ വർദ്ധിപ്പിക്കുവാനോ മറ്റുള്ള മേഖലകളിൽ സാഹചര്യം ഇന്ത്യയിൽ തന്നെ ഒരുക്കുവാനോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇതിൽ ഏറ്റവും രസം പാകിസ്ഥാനിൽ അടക്കമുള്ള ആളുകൾ ഇതിൽ ഫോളോവേഴ്സായിട്ട് ചേരുന്നു. BBC, അൽ ജസീറ പോലുള്ള വൻകിട ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം ഇത് വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ പേരിന് കളങ്കം ചാർത്തുന്നു എന്നുള്ളതാണ് BJP ഉയർത്തുന്നതും. ഇവരുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനും ഈ ബ്ലോക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അല്ലാത്ത രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ഇവർ ഉയർത്തുന്ന പ്രശ്നം എന്താണെന്ന് അഡ്രസ്സ് ചെയ്യണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ നേതൃത്വമില്ലാത്ത, നയിക്കാൻ ആളില്ലാത്ത, ആൾക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളർന്നു വന്നിരിക്കുന്ന ഈ ഒരു കൂട്ടായ്മ നാളെ ഇവരെന്തെങ്കിലും ഒരു ആഹ്വാനം ചെയ്ത് തെരുവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ അത് തടഞ്ഞു നിർത്തൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഒരുപക്ഷേ നല്ല ഗുണകരമായ മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഇതൊരു പാർട്ടിയായിട്ട് രൂപം കൊണ്ടൊക്കെ സംഘടനാപരമായ രീതിയിൽ നേതൃത്വവും കാര്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ നന്നായിരിക്കാം. ആ ഒരു കൂട്ടായ്മയെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അപകടകരമായ രീതിയിൽ നേതൃത്വം ഇല്ലാതെ ഇത്തരം ചെറുപ്പക്കാരെ തെരുവിലിറക്കാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ അപകടമായിരിക്കും. അതും നാം കാണാതെ പോകരുത്. ഏതായാലും ഇതിലേക്ക് വലിയ ഉന്നത സ്ഥാനങ്ങളിൽ വരെ ആളുകൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഇതിലേക്ക് ഫോളോവറായിട്ട് ചേർന്ന് വരുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണണം. അപകടമില്ലാത്ത രീതിയിൽ നല്ലൊരു കാര്യത്തിനായി ഇവരുടെ മൂവ്മെൻറ്റ് നയിക്കപ്പെടുകയാണെങ്കിൽ നല്ലത്. അപകടത്തിലേക്ക് നീങ്ങാതെ സൂക്ഷിക്കേണ്ടതും ഇതിലേക്ക് അണിചേരുന്നവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇതിനെ എതിര് നിൽക്കുന്നവരും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റോറിയൽ ടോക്ക് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.